നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത്. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു എനർജി ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ട് കാണുക. നിങ്ങളെപ്പോഴാണോ ഹീലാവേണ്ടത്, നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാകുന്നത്, ആ സമയങ്ങളിലായിരിക്കും നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അത് ഡിവൈൻ നിങ്ങളിൽ കണക്റ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോസിറ്റീവ് ആകുന്നതും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതുമായ എനർജികളെ എടുക്കുകയും അല്ലാത്തവയെ വിട്ടുകളയുകയും ചെയ്യുക കേട്ടോ. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം, ചെയ്തിരിക്കണം. സാമ്പത്തിക ഭദ്രതയിലേക്ക് നിങ്ങൾ വന്നു ചേരണം. ഫിനാൻഷ്യൽ ബ്ലോക്കേജ് നിങ്ങൾ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സോളിനെ വളരെയധികം വൈബ്രേഷനാക്കി പോസിറ്റീവാക്കി നിങ്ങൾ മാറ്റങ്ങളിലേക്ക് വരാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളിന്നും ഈ റീഡിങ്സ് കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നടത്തുന്ന ചില പ്രാക്ടീസുകൾ, നിങ്ങളുടെ തോട്ട്സുകൾ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഫലമായിട്ട് വന്ന് ചേരുകയുള്ളൂ. നമ്മളെന്നും റീഡിങ്സ് വായിച്ചു പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീലാവുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. സാമ്പത്തികമൊക്കെ വെറും നിമിഷം കൊണ്ട് നമ്മൾക്ക് മാനിഫെസ്റ്റിങ് ചെയ്ത് എടുക്കാൻ കേട്ടോ മക്കളെ. കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊരറിവ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അതെന്തായിരിക്കും, അതിൻ്റെ ഒരു ക്ലിയറൻസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പം ഞാൻ 100% അത്ഭുതത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നമ്മുടെ മനസ്സിലെ ഒരു ഉത്കണ്ഠയെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളിൽ പോസിറ്റിവിറ്റി നിറയുന്നത് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തെയാണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്ന് ചേരും. അപ്പോൾ നമ്മൾ നെഗറ്റീവാണ് ആഴത്തിൽ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല. ചിലർ പറയുന്നത് എൻ്റെ വിധിയാണ്. ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ശപിക്കുകയല്ല, എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു, ചിലപ്പോൾ ഇത്രയും ഉള്ളൂ, ഇവിടെ നിന്ന് അപ്പുറത്തേക്കൊന്നും ഒരു ജീവിതം കടന്നു പോകാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലായിരിക്കാം എന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ വളരെ അത്ഭുതകരമാകുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു. അപ്പം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നമ്മുടെ ആ ഒരു നെഗറ്റീവ് അവസ്ഥയിൽ, അതായത് ഒന്നുമല്ലാത്ത ചില സമയങ്ങളിലൊക്കെ ശൂന്യതയിൽ ചില സ്വപ്നങ്ങൾ ഞാൻ എൻ്റെ പാസ്റ്റിൽ കണ്ടിരുന്നത് ഇന്നെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നു. അപ്പോൾ സ്വപ്നം കാണുന്നതിൽ ഉള്ള ഒരു പോസിറ്റിവിറ്റി ഞാൻ ഇന്ന് അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടേ ഇരുന്നാൽ, നമ്മളതിനുവേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതെനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഉയർച്ചയിലൊക്കെ ഉയർന്ന തോട്ട്സുകളിലേക്ക് നമ്മുടെ മനസ്സ് പോയാൽ 100% ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി വരും. അനുഭവം കൊണ്ട് പറയുന്നതും അത്ഭുതത്തോടുകൂടി പറയുന്നതുമാണ് കേട്ടോ ഞാൻ ചില കാര്യങ്ങൾ. അപ്പം നിങ്ങളിൽ എപ്പോഴും വരുത്തേണ്ടത്, നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ചിലപ്പോൾ ഒന്നും സ്വപ്നം കാണാൻ പോലും യോഗമില്ല, യോഗ്യതയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും
അതിന് നമ്മളല്ലേ സ്വപ്നം കാണുന്നുള്ളൂ. നമ്മൾ അയൽക്കത്തുകാരെയോ നമ്മുടെ കൂട്ടുകാരെയോ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഒന്നും കൂട്ടി വെച്ചുകൊണ്ടൊന്നും അല്ലല്ലോ നമ്മളൊരു സ്വപ്നം കാണുന്നത്. ഇവരൊരു മനുഷ്യനെ അറിയാൻ പോണില്ല നമ്മൾ കാണുന്ന സ്വപ്നം എന്നാന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇച്ചിരി കൂട്ടി അങ്ങ് കണ്ടുകൊള്ളുക കേട്ടോ. തീർച്ചയായിട്ടും മാറ്റം 100%. ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ്. നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതാകുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ അതൊക്കെ കുറച്ച് കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുന്നതാണ് കേട്ടോ. നമുക്കപ്പോൾ റീഡിങ്സിലേക്ക് കിടക്കാം. വർത്തമാനം മാത്രം പോരല്ലോ. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത് ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഫോക്കസ് കുറവാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ബർഡൻ മറ്റു പ്രശ്നങ്ങളിൽ മാത്രം നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. പ്രതിസന്ധികളെ നിങ്ങൾ ഭയപ്പെടുന്നു. മുന്നിലേക്കുള്ള ആ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഉത്കണ്ഠപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്, ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മാറ്റി വെച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും ഫോക്കസ് കൊടുക്കണം കേട്ടോ. അത് കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങൾ എവിടെയാണോ ഇൻവോൾവ് ആകുന്നത്, എവിടെയാണോ നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടുതൽ ടൈം ചെലവഴിക്കുന്നത്, ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ കുറച്ച് പ്ലാനിങ്ങിലേക്കൊക്കെ നിങ്ങൾ വരാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെറിയ ഒരു ലൈഫ് പ്ലാനിങ്, അതായത് ഫ്യൂച്ചർ പ്ലാനിങ്, ലൈഫ് പർപ്പസ് എന്താണ്, സോൾ പർപ്പസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണ്, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണത കിട്ടുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, സമാധാനം കിട്ടേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഠിക്കുന്ന സിറ്റുവേഷൻസ്, ഏത് വിഷയത്തിലേക്കാണോ നിങ്ങൾ ഇറങ്ങിച്ചെല്ലേണ്ടത്, ഏതിനെയാണോ കൂടുതൽ കണക്റ്റഡ് ചെയ്യേണ്ടത്, ആ വിഷയവുമായിട്ട് നിങ്ങളൊരു നല്ലൊരു ഐക്യത്തിലേക്ക്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ വന്നു ചേരണമെന്നാണ് കാണിക്കുന്നത്. ഏത് മേഖലയിലാണെങ്കിലും, നിങ്ങളൊരു കരിയർ പാതയിലായിക്കോട്ടെ, നിങ്ങൾ ആരുമായിട്ടാണോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടത്, അവിടെ നിങ്ങൾക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. മനസ്സിലാക്കുകയും മനസ്സിലാക്കപ്പെടാനും ശ്രമിക്കണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. കാരണം അതുപോലെ ഇമോഷണൽ പരമാകുന്നൊരു കാര്യമായിക്കോട്ടെ, പാർട്ട്ണറായിട്ടുള്ള ഒരു ബന്ധമായിക്കോട്ടെ, പ്രണയബന്ധമായിക്കോട്ടെ, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അണ്ടർസ്റ്റാൻഡ് എനർജിയിൽ, അതായത് അവരെ മനസ്സിലാക്കാനും നിങ്ങൾക്കൊണ്ട് സാധിക്കും പോലെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവിറ്റി നിറച്ചു കൊടുക്കാനും സാധിക്കണമെന്നാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഏത് മേഖലയിലാണ് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകുന്നത്, ആ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾ നല്ലൊരു ഫോക്കസിങ് എനർജി കൊടുക്കണം. നിങ്ങളുടെ പൂർണ്ണമാകുന്ന ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കണം ഇന്നത്തെ ദിവസമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഫ്യൂച്ചർ സക്സസ് ആണ് കേട്ടോ. നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മാനിഫെസ്റ്റേഷൻ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ പവറിലേക്ക് നിങ്ങൾ വരാനാണ് പറയണത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു ഈക്വാലിറ്റിയിൽ നിൽക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് വരിക. കരിയർ പാതയിലാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ റിലേഷൻഷിപ്പിലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിങ്ങളുടെ കരിയറിൽ നിൽക്കുന്നത് അവിടെ നിങ്ങൾ കിങ് ആയിരിക്കണം, രാജാവായിട്ട് തന്നെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതയും പെർഫെക്റ്റായ പ്രകടനവുമൊക്കെ തന്നെയാണ് നമ്മളെ രാജാവാക്കുന്നത്. അതിന് അത് രാജകീയമാകുന്നൊരു കൊട്ടാരത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കണമെന്നൊന്നുമില്ല. നമ്മളെവിടെ ഇരുന്നാലും അത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണതയും മാറ്റവും സക്സസ്സും വരുത്താൻ പറ്റിയാൽ നമ്മൾ ആ കാര്യത്തിൽ കിങ്ങായി കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ സൺറൈസിങ് എനർജിയാണ് കേട്ടോ. സാമ്പത്തികപരമാകുന്ന ഒരു എനർജി. ചിലർക്ക് ഇന്ന് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ലോട്ടറിയൊക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ, നല്ല ഉയർന്ന രീതിയിലുള്ളൊരു
സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. അതുപോലെ സാമ്പത്തികപരമാകുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഒരു ലേഡി പ്രസൻസിൻ്റെ സഹായം നിങ്ങളിൽ കണക്റ്റഡ് ആണ്. നല്ല ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ട ദിവസമാണ്. ഒരു സക്സസിൻ്റെ ദിവസമാണ്. ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്, ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ബർഡൻ, ഒരു പേടിയുടെ കാരണം, ഒരു ചെറിയൊരു ഭയം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ ആവാൻ പറ്റും. നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ആദ്യം കണ്ട എനർജിയിൽ ഫോക്കസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ബർഡൻ എനർജിയാണ് വരാൻ പോകുന്നത്. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് നല്ല ടൈമിംഗ് ആണ്. നിങ്ങളുടെ സമയം ഇന്നത്തെ ദിവസം പോസിറ്റീവാണ്. കരിയർ പാതയിലാണ് പോസിറ്റിവിറ്റി വന്ന് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവം വരാൻ പോകുന്നത്. അതുപോലെ ബർഡൻ വരാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ നേറ്റെടുത്ത് നടത്തേണ്ടി വരും. അപ്പം വളരെ ശ്രദ്ധയോടും ഭയത്തെ അതിജീവിച്ച് നിങ്ങൾ കരിയർ പാതയിൽ ഇന്നത്തെ ദിവസം നിൽക്കുക. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഫിനാൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആണ് എന്ന് കണ്ടെടുത്ത് നിന്നും നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജി ഫിനാൻഷ്യലിൻ്റെ ഒരു ബ്ലോക്കേജ് കാണിക്കുന്നുണ്ട്. അത് എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അവിടെയും സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ഫാമിലിയിൽ പേരൻസ് ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഇനി പാർട്ട്ണർ എനർജി ആയിക്കോട്ടെ, കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നതിൽ വളരെ ശ്രദ്ധ കാണിക്കുക. അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളിൽ പറ്റിപ്പോയ എന്തെങ്കിലും ഒരു വിശ്വാസക്കേടിൻ്റെ ഫലമായിട്ടോ ഇന്നൊരു സ്തംഭനാവസ്ഥ വരുന്നുണ്ട്. അതിന് കാരണം ഒന്നും നോക്കാതുള്ളൊരു എടുത്തുചാട്ടമാണ് എന്ന് കാണുന്നുണ്ട്. ദ വേൾഡ് കാർഡാണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ സമയദോഷത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തികപരമായൊരു പ്രശ്നം നേരിടേണ്ടി വന്നിരിക്കുന്നതാണ്. അത് ഫാമിലിയെ ബേസ് ചെയ്താണ് കേട്ടോ. ഒന്നെങ്കിൽ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ലോണോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ നടത്തിയതിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഹാർട്ട് ബ്രോക്കൺ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ചെറിയൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ്. ഒന്ന് എഫോർട്ട് എടുത്താൽ, ഒന്ന് ശ്രമിച്ചാൽ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനും, നമുക്കിന്ന് ആദ്യം കണ്ട ആ ഒരു എനർജി ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ അബണ്ടൻസ്, ആ എനർജിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കണ്ട. ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും ഒരു ഇറക്കത്തിന് ഒരു കയറ്റവും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതുപോലെ ഇന്ന് നമുക്ക് 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നൊരു പ്രൊപ്പോസൽ ചിലരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു പ്രൊപ്പോസൽ എനർജി നിങ്ങളിൽ നിന്ന് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഡിവോഴ്സ് എനർജിയിൽ നിൽക്കുന്ന, അതായത് പാർട്ട്ണറുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾക്ക് ആ വ്യക്തിയിൽ നിന്ന് തന്നെ ആവാം ഒരു പ്രൊപ്പോസൽ വീണ്ടും കണക്റ്റഡ് ആകുന്നത്. ഒരു ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് കേട്ടോ. അതൊരു കർമ്മ എനർജിയെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ഡിവോഴ്സായി നിൽക്കുന്ന വ്യക്തികളിൽ പുതിയൊരു പേഴ്സൻ്റെ എനർജിയോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയുടെ എനർജിയോ ആവാം. ഒരു പ്രൊപ്പോസൽ എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിട്ടു നിന്ന വ്യക്തികൾ തമ്മിലുമാവാം കേട്ടോ. പക്ഷെ അതൊരു കർമ്മയാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് മാത്രമേ ഡീൽ ചെയ്യാവുള്ളൂ. നിങ്ങൾക്കൊരു പരീക്ഷണം എന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ആലോചിച്ച് മാത്രം നിങ്ങളതിനൊരു തീരുമാനമെടുക്കുക. അങ്ങനെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രൊട്ടക്ഷൻ, ഒരു സഹായം നൽകേണ്ടി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്
നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു ചെറിയ ചാരിറ്റി പോലുള്ളൊരു കാര്യം ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ഇന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നതൊരു ചാരിറ്റി എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത കാർഡും ചാരിറ്റി എനർജി തന്നെയാണ് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ മറ്റൊരു എനർജി കൂടി കണക്റ്റഡ് ആണ് സാമ്പത്തികം കൊടുക്കുന്ന കാര്യത്തിൽ. ഇന്ന് നിങ്ങളുടെ കൈകൾ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഫിനാൻസ് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് അർഹതയുള്ളിടത്ത് തന്നെയാണോ ഞാൻ കൊടുക്കുന്നത്, നാളെ ഫ്യൂച്ചറിൽ അതൊരു നെഗറ്റിവിറ്റി ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണോ എന്ന് മറിഞ്ഞും തിരിഞ്ഞും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് ആളുകളിലേക്ക് കണക്റ്റഡുമാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മറ്റൊരിടത്തേക്കും ഇന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിലരിൽ ഇന്ന് സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു നഷ്ടത്തെയും കാണിക്കുന്നുണ്ട്, ലാഭത്തെയും കാണിക്കുന്നുണ്ട്. അതുപോലെ ശ്രദ്ധയോടുകൂടി സാമ്പത്തികം കൈകാര്യം ചെയ്യണമെന്നും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് അതല്ലെങ്കിൽ ഒരു നഷ്ടം, ഒരു ലോസിനെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ്. നിങ്ങളെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കിയതല്ല, നമുക്ക് കിട്ടിയ ഒരു എനർജി അങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് വീണ്ടും നമുക്ക് എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. സാമ്പത്തികം വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. അതായത് സൗഹൃദ ബന്ധങ്ങളെ ബേസ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ, ചിലപ്പോൾ ഇന്നൊരു സെലിബ്രേഷൻ, ആഘോഷം, ഒരു പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇച്ചിരി സാമ്പത്തികം പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇന്നൊന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒത്തുചേരുന്നിടത്തുനിന്ന് ഒറ്റപ്പെടുത്താനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഒരു ഫീലിംഗ് സ്റ്റക്നെസ് അല്ലെങ്കിൽ മാനസികപരമായിട്ടൊരു തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ നിന്നും പുറത്തു വരിക. കാരണം അതൊരു സമയത്തിൻ്റേതാണ്, അതൊരു ടൈമിംഗ് പ്രോബ്ലംസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഇന്നൊരു ചെറിയ ഫൈറ്റിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതായത് ഒരു ശത്രുതാഭാവത്തെ ബേസ് ചെയ്ത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ്, നെഗറ്റീവ് ആകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഫൈറ്റിംഗ് ആയിരിക്കാം. എന്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കേട്ടോ. നിങ്ങളുടെ ഭാഗം തന്നെയാണ് ശരി, നിങ്ങൾക്ക് തന്നെയാണ് വിജയം. ആ ഒരു ഫൈറ്റിംഗ് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപവാദം കേൾക്കേണ്ടി വന്നതിനെ ബേസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളവിടെ വളരെ ക്ലിയറായിട്ട് സംസാരിക്കണം, അവിടെ ഫൈറ്റിംഗ് ചെയ്യണം എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. കാരണം അതിൻ്റെ ഫലം വലിയൊരു സക്സസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതുന്ന, നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്ന കുറേ ഭാരത്തെ എടുത്തു മാറ്റി നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ. ഇമോഷണൽ, നിങ്ങളിൽ എല്ലാവർക്കും ഇന്ന് ശരിക്കും ഇമോഷണൽ പരമായിട്ടൊരു അബണ്ടൻസ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാണ്. അബണ്ടൻസ് വന്ന് ചേരുന്നുണ്ട്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ്, ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ, ഈ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്കൊരു എയർ ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഒരു സ്ഥാനമാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്ന, ഒരു ട്രാവലിംഗ് ചെയ്യാനിരിക്കുന്നവർക്ക് തീർച്ചയായിരിക്കും അതിൻ്റെ സമയമാണ് എന്ന് കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ, മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, ഒരു ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്ത് കാര്യത്തെയാണോ ബാലൻസ് ചെയ്യേണ്ടത്, എവിടെയാണോ കൺഫ്യൂഷൻ ഉള്ളത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഡിവൈൻ നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ ക്ലാരിറ്റിയും സപ്പോർട്ടും നൽകുക തന്നെ ചെയ്യും. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. ഒരു കർമ്മ എൻഡിങ്ങിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റിംഗ് ചെയ്യണം കേട്ടോ. നിങ്ങളൊരു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് പോകുന്നതെങ്കിൽ
നിങ്ങളൊരു അവഗണിക്കപ്പെടുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി ലോസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതുപോലെ നിങ്ങളെ സാമ്പത്തികപരമായിട്ട് ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലും നിങ്ങൾ വളരെയധികം മാനസിക വ്യത അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ്. ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയ സമയമല്ല, നിങ്ങൾ കർമ്മ നേരിടുന്ന സമയമാണ്. നിങ്ങൾ സമാധാനപരമായിട്ടിരിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, മുന്നോട്ടേക്ക് പോകുക കേട്ടോ. റീഡിങ്സ് ഇന്ന് അത്ര പോസിറ്റീവായിട്ടല്ല നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളതിൽ ടെൻഷനൊന്നും അടിക്കണ്ട. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളത്തെ ദിവസം നമ്മൾക്ക് ഏറ്റവും നല്ല ദിവസമായിട്ട് ഡിവൈൻ നൽകും. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കടന്നു പോകുക. കരിയർ പാതയിലാണെങ്കിലും സാമ്പത്തിക പാതയിലാണെങ്കിലും മറ്റുള്ള വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും ഇന്ന് ഒരു ബൗണ്ടറി ഇട്ട് തന്നെ നിൽക്കുക കേട്ടോ. കൂടുതൽ ഒന്നിലേക്കും കണക്റ്റഡ് ആവാൻ ശ്രമിക്കേണ്ട.